ഞാനിന്ന് മനഃശാസ്ത്രത്തിലെ സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും സന്തോഷത്തിനും ദുഃഖത്തിനും ഒരു സെറ്റ് പോയിൻ്റ് ഉണ്ട്. സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ വ്യക്തിക്കും ഒരു സെറ്റ് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷിക്കാനോ ദുഃഖിക്കാനോ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സെറ്റ് പോയിൻ്റ് നിശ്ചയിക്കുന്നത് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളാണ്. ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ സന്തോഷത്തിൻ്റെ സെറ്റ് പോയിൻ്റ് നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് മനഃശാസ്ത്രത്തിലെ ചില ഗവേഷകർ അവകാശപ്പെടുന്നത്. ഈ സെറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഗ്രീഫിനെ കുറിച്ച് അറിയണം. ഗ്രീഫ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു ലൈഫ് ഈവൻറ്റ്, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു ഈവൻറ്റ് സംഭവിച്ചാൽ, ഒരു മരണമാകാം, നമ്മുടെ ബിസിനസ്സിലൂടെ നഷ്ടമാകാം, ജോലി നഷ്ടപ്പെടലാകാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ തകർന്നു പോകുമ്പം ഓരോരുത്തരും വിചാരിക്കുന്നത് ഇനി എനിക്കൊരു ജീവിതമില്ല എന്നാണ്. പക്ഷേ അല്ല, നമുക്കൊരു ജീവിതമുണ്ട്. കാരണം നമ്മൾക്കൊരു സെറ്റ് പോയിൻ്റ് ഉണ്ട്. ഇതിനൊരു പരിധി ഉണ്ടെന്നർത്ഥം. ഏത് ദുഃഖത്തിൽ നിന്നും നമ്മൾക്ക് കരകയറാം. ഇപ്പോൾ വലിയ ഒരു മരണം നടന്നാലും 15 ദിവസമാണ് ഗ്രീഫ് റിയാക്ഷന് കൊടുത്തിരിക്കുന്ന സമയം. മനഃശാസ്ത്രം തന്നെ പറയുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ 16 അടിയന്തരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വന്നത്. 15 ദിവസം കഴിയുമ്പോൾ ആളുകൾ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇവരുടെ ഓർമ്മകളിൽ നമ്മൾ ജീവിച്ചാൽ പോലും 1 വർഷത്തിൽ കൂടുതൽ ആ പഴയ ഓർമ്മകളിൽ കഴിയണ്ട എന്ന് തന്നെയാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇത് തീരുമാനിക്കുന്നതും നമ്മുടെ സെറ്റ് പോയിൻ്റാണ്. ഒരു ദുഃഖം വന്നാൽ അത് ദുഃഖമല്ല ജീവിതകാലം മുഴുവൻ. തിരിച്ച് നമ്മൾ എന്തായിരുന്നോ പണ്ട് അതിലേക്ക് മടങ്ങി വരാനുള്ള കഴിവ് ഓരോ വ്യക്തികളിലും ഉണ്ട് എന്നുള്ളതാണ് ഈ സെറ്റ് പോയിൻ്റ് തിയറി പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വളരെയേറെ ഗുണമുണ്ട്. കാരണം ജീവിതം നശിച്ചു, ഇനി എനിക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ നിന്ന് പ്രതീക്ഷകളിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ ഈ സെറ്റ് പോയിൻ്റ് നമ്മളെ സഹായിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സെറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സെറ്റ് പോയിൻ്റ് അല്ല മറ്റൊരു വ്യക്തിയുടേത്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പല വ്യക്തികൾക്കും പല സെറ്റ് പോയിൻ്റാണ്. ചില ആളുകൾക്ക് പക്ഷേ ആ സെറ്റ് പോയിൻ്റാണ് നിങ്ങളെ ആ പഴയ രീതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സഹായിക്കുന്നത്. പക്ഷെ അതിന് എത്ര നാളെടുക്കും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ ആ സെറ്റ് പോയിൻറ്റിലേക്ക് മടങ്ങി വരാൻ എന്തെല്ലാം കാര്യങ്ങൾ കൂടി ആവശ്യമാണ് എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെറ്റ് പോയിൻറ്റിലേക്ക് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണല്ലോ ഹാഫ് ഫുൾ ഹാഫ് എംപ്റ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ചില ആളുകളോട് പകുതി വെള്ളം നിറച്ച് നമ്മൾ ചോദിക്കുകയാണ്, ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അത് പകുതി നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ചിലർ പറയുന്നത് അത് പകുതി എംപ്റ്റിയാണ് എന്നാണ്. ഈ കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെ സന്തോഷത്തിനെ ദുഃഖത്തിനെയൊക്കെ കാണുന്നു എന്നുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആ ഒരു ഭാഗമാണ് ഈ സെറ്റ് പോയിൻറ്റിൻ്റെ പ്രധാന ഭാഗം. അതുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വയ്ക്കുന്നത്, ലൈഫ് ഈവൻസിനേക്കാൾ നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ എപ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റി, അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് പോയിൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു ജോലി കിട്ടി, എന്തുമാത്രം ആഹ്ലാദമാണ്. ഈ ആഹ്ലാദം നമ്മളത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പിക്നിക്കിന് പോകുന്നു. നമ്മൾ ആ പിക്നിക്കിന് പോകുമ്പം വളരെയേറെ ഉല്ലാസപൂർവ്വം സന്തോഷപൂർവ്വം മടങ്ങി വരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ആ ആഹ്ലാദവും ആ സന്തോഷവും കുറച്ച് നാൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തായിരുന്നോ ആ സെറ്റ് പോയിൻറ്റിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെറ്റ് പോയിൻ്റ് ഉണ്ട്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലൊരു സെറ്റ് പോയിൻ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ മടങ്ങി വരിക തന്നെ ചെയ്യും. അതിന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ എത്ര സെറ്റ് പോയിൻറ്റും എത്ര പാരമ്പര്യ ഘടകങ്ങളുണ്ടെങ്കിലും അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ സാഹചര്യ ഘടകങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയെടുക്കണം. നമ്മളുടെ കാഴ്ചപ്പാടുകൾ തിരുത്തണം, നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം, നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഈവൻറ്റ്സ് നമ്മൾ ഒഴിവാക്കണം, കോൺഫ്ലിക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ തന്നെ ഉള്ള ഒരു നീതിപൂർവമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ഇടപെടലുകൾ മൂലം നമ്മുടെ ഈ സെറ്റ് പോയിൻറ്റിനെ നമ്മൾ മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒരു പരിധി കഴിഞ്ഞ് പോകുന്നില്ല. നിങ്ങളുടെ ഒരു സെറ്റ് പോയിൻ്റ് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്.
തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾ മടങ്ങി വരിക തന്നെ ചെയ്യും. ആ ഒരു വിചാരമുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമില്ല. തിരിച്ചു വരാം എന്നുള്ളൊരു ആത്മവിശ്വാസം നിലനിർത്തി കൊണ്ടുപോകാൻ ഈ സെറ്റ് പോയിൻ്റ് തിയറി നിങ്ങളെ സഹായിക്കട്ടെ.